എന്ത് പറ്റി മോളെ? അമ്മേ, ഞാൻ കഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ് വരച്ചത്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കവിൻ അതിൽ കുത്തി വരച്ചു. നോക്കിക്കേ. അയ്യോ, എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? എന്താന്ന് അറിയില്ലമ്മേ, അവൻ എന്നെ കാണുന്നതെന്ന് ഇഷ്ടമല്ല. എന്നെ അവൻ ഒരു ശത്രുവായിട്ടാ കാണുന്നത്. ആ കവിനോട് നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാ, പക്ഷെ അവൻ പറ്റില്ലെന്നാ പറയുന്നത്. എപ്പോഴും എന്നെ കളിയാക്കും അമ്മേ. നില, അത് വിട്, നീ വിഷമിക്കണ്ട. നാളെ ഞാൻ നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വരില്ലേ? അപ്പോ ആ കുട്ടി വില്ലനെ എനിക്ക് കാണിച്ചു തന്നാ മതി. ഞാൻ അവരോട് സംസാരിച്ച് നിങ്ങൾ രണ്ടുപേരെയും ഫ്രണ്ട്സ് ആക്കി തരാം. ശരി അമ്മേ. അമ്മേ, നമ്മുടെ മേത്ത് ഒരു കാർ ചെളി തെറിപ്പിച്ചു പോയില്ലേ? അതെ. ആ കാർ ഓടിക്കുന്ന അങ്കളെ ഞാൻ എന്റെ സ്കൂളിൽ വെച്ച് കണ്ടു അമ്മേ. സ്കൂളിലോ? അതെ അമ്മേ, അയാളുടെ കാർ നമ്പർ നോക്കിയിട്ടാ ഞാൻ കണ്ടുപിടിച്ചത്. വിട്ടില്ല ഞാൻ. ഒരുപാട് വഴക്ക് പറഞ്ഞു. അതെയോ? അയാൾ എന്നോട് സോറി പറഞ്ഞു. അയാളോട് ഞാൻ എന്റെ അമ്മയുടെ അടുത്തും സോറി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ വരുമ്പോ നേരിട്ട് കണ്ട് പറയാന്ന് പറഞ്ഞു. നാളെ അമ്മ സ്കൂളിലേക്ക് വരുമ്പോ കവിനെയും കാണാം, ആ ചെളി തെറിപ്പിച്ച അങ്കിളിനെയും കാണാം. എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഓക്കേ. യെസ്. അമ്മേ. എന്താടാ? അമ്മേ വിശക്കുന്ന അമ്മേ. ഇതെന്താ രാവിലെ എന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ, എന്റെ മോക്ക് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ടാ സ്പെഷ്യൽ ആയിട്ട് അവൾക്ക് ഉണ്ടാക്കുന്നത്. കൊള്ളാം. എടാ, കൊള്ളാവുന്നുണ്ടല്ലേ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്? അയ്യോ അമ്മേ, അതല്ല പറഞ്ഞേ. ചേച്ചി ഇത് വാങ്ങിക്കോ? അവളെ കൊണ്ട് വാങ്ങിപ്പിക്കോടാ. എന്റെ മോൾ എന്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം വാങ്ങി കഴിച്ചിട്ട് എത്ര നാളായെന്ന് അറിയൂ നിനക്ക്? അമ്മേ, ചേച്ചിക്ക് അമ്മയെ കാണുമ്പോ തന്നെ ദേഷ്യ. എന്നിട്ട് ആ ചേച്ചിക്ക് ഉണ്ണിയപ്പം കൊണ്ടേ കൊടുക്കാൻ പോന്നേ? അമ്മ കൊടുത്താല് ചേച്ചി നിലയും കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഒരു കാര്യം ചെയ്യേ, ഇതെല്ലാം പുറത്തു കൊണ്ടേ വിറ്റിട്ട് വാ. 10 പൈസെങ്കിലും കയ്യിലിരിക്കും. ഒരു ഒറ്റ ഇടി തന്നം. ഞാൻ ഉണ്ണിയപ്പം കൊടുത്താ അവൾ അത് സന്തോഷായിട്ട് സ്വീകരിക്കൂടാ. അതിന് അമ്മയുടെ മോള് വിടണ്ടേ? അവള് സമ്മതിക്കൂടാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇടയ്ക്ക് വന്ന് നീ ശല്യം ചെയ്യരുത്. എന്തായാലും നോക്കിയും കണ്ടും ചെയ്യേ. ആ അമ്മേ, ഉണ്ടംപൊരി. എടാ, അത് വിജിക്ക് ഇഷ്ടമല്ലടാ. അവക്ക് ഉണ്ണിയപ്പ ഇഷ്ടം. അമ്മേ, ഇങ്ങോട്ട് നോക്കമ്മേ. അമ്മേ, ഇവൻ നിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാ നമ്മള് സംസാരിക്കുന്നൊക്കെ കേട്ടിട്ട് ചേട്ടത്തിന്റെ അടുത്ത് നിന്ന് പറയുന്നാ തോന്നുന്നു. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. രാഹുൽ മോനെ, എന്റെ ചക്കര്, ഞങ്ങള് സംസാരിച്ചത് നീ കേട്ടല്ലേ? ഞാൻ കേട്ടു. വേണ്ടാത്തൊക്കെ ഇവൻ കറക്റ്റായിട്ട് കേട്ടോളൂ അമ്മേ. രാഹുൽ മോനെ, ഞങ്ങള് സംസാരിച്ചത് ഇപ്പൊ തന്നെ നീ അങ്ങ് മറന്നേക്കണം. എന്താ? അപ്പൊ എനിക്ക് 2 ഉണ്ണിയപ്പം തരണം. എന്തിനാ മോനെ 2 ആക്കുന്നേ? 4 ഉണ്ണിയപ്പം തരാം മുത്തശ്ശി. ഇന്നാ. ഇന്നാ, കഴിച്ചു കഴിച്ചു കഴിച്ചു. അമ്മേ, ഇവന്റെ സൈസ് വെച്ച് നോക്കുമ്പോ ഉണ്ണിയപ്പം കടുകിന്റെ എത്രയേ ഉള്ളൂ. എടാ, അങ്ങനെ പറഞ്ഞ കുഞ്ഞിന് ദൃഷ്ടി പെടും പെടും. തണൽ കിട്ടാതെ മൃഗങ്ങൾ വലഞ്ഞു. അവർ ചോദിച്ചു, കണ്ണിന് കുളിരാം മരം എവിടെ? കുടിനീരേകും. വായിച്ചോണ്ടിരിക്കുകയാണോ? ശരി, വായിച്ചോ. അമ്മ പോയി കുളിച്ചിട്ട് വരാം. ശരി അമ്മേ. കുടിനീരേകും പുഴ എവിടെ? കൊച്ചു മാൻപേട ചൊല്ലി ദൂരെ മനുഷ്യൻ മലയിടിച്ച് നിരത്തുന്നു.
മുത്തശ്ശി വാ. അയ്യോ മുത്തശ്ശി മുത്തശ്ശി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാനാ മോളെ, വാ. നില, ഇങ്ങോട്ട് നോക്ക്. ഉണ്ണിയപ്പം, ഇങ്ങോട്ട് വാ. ഹായ് ഉണ്ണിയപ്പം, എനിക്ക് ഒരുപാട് ഇഷ്ടാ. വാ. പോയാലോ? അമ്മ കുളിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ പോയി കഴിച്ചാലോ? മുത്തശ്ശി ആഗ്രഹിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ. നിനക്കുള്ളതാ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. വാ. സ്മെല്ല് നന്നായിട്ടുണ്ട്. എന്നാ എന്തെന്നാ? വാ. ഇല്ല, ഞാൻ വരുന്നില്ല. എന്താ? അമ്മ അതിനകത്ത് കുളിക്കുക. അറിഞ്ഞാലല്ലേ ചീത്ത പറയുന്നു. അമ്മയൊന്നും ചീത്ത പറയില്ല. വാ, വന്ന് കഴിക്കേ. കഴിച്ചോ. സൂപ്പറായിട്ടുണ്ട്. മോള് കഴിച്ചോ. അയ്യോ, നരക കേറിയോ? മെല്ലെ മെല്ലെ ചുമയ്ക്ക്. അയ്യോ, മുത്തശ്ശി എന്തിനകത്തോട്ട് പോകുന്നത്? പതുക്കെ പതുക്കെ കുടിക്കും. പതുക്കെ പതുക്കെ. നില, മോളുടെ അമ്മ എവിടെ? നില. അയ്യോ അയ്യോ, അമ്മ വന്നു, അമ്മ വന്നു. മുത്തശ്ശി അകത്ത് പോ.